لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون صدق الله. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിലുടനീളം പ്രാവർത്തികമായി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് അൻഫാലിലെ രണ്ടാമത്തെ നമുക്ക് സുപരിചിതമായ ഒരു വചനമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മുഅ്മിനീങ്ങളുടെ മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ തുടർന്ന് വരുന്നൊരു 3 ആയത്തുകളിലൂടെ പഠിപ്പിച്ചു തരുന്നൊരു ഭാഗമാണിത്. നമുക്കൊക്കെ വളരെ ചെറുപ്പം മുതലേ നമ്മിലൊക്കെ ഊട്ടപ്പെട്ട ഒരു സ്വഭാവമാണ് ആസ്വാദനങ്ങൾ എന്ന് പറയുന്നത്. സുഖം എന്ന് പറയുന്നൊരു സംഗതി ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അവനവന്റെ സുഖം എന്താണെന്ന് ഓരോരുത്തർക്കും അറിയും, അല്ലേ? മാത്രമല്ല, സുഖം നമ്മൾ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ സങ്കടപ്പെടാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടാറുമില്ല. സന്തോഷത്തിന്, ആനന്ദത്തിന് മനുഷ്യർ പല മേഖലകൾ കണ്ടെത്താറുണ്ട്. ഓരോരുത്തരുടെയും സന്തോഷങ്ങൾ വ്യത്യസ്തമാണ്.
വിവിധ രൂപത്തിലാണ് നമ്മൾ ആ സന്തോഷങ്ങൾക്ക് വഴി കണ്ടെത്താറുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ചില ആളുകൾ ക്രൂരമായ ലൈംഗികതയിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുണ്ട്. ഞാൻ വളരെ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്, അങ്ങനെ ബയാൻ ചെയ്യേണ്ട ഒരു വാക്കല്ല അത്. ചില ആളുകളുടെയൊക്കെ ചരിത്രം, നമ്മൾ വ്യക്തിപരമായ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഒരു മനുഷ്യനെ കൊണ്ടൊക്കെ അങ്ങനെ ആകാൻ കഴിയുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര ക്രൂരമായ അവസ്ഥകളുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് ലഹരിയാണ്, മദ്യമാണ് അവരുടെ ആനന്ദം എന്ന് പറഞ്ഞാൽ. ഇവിടെയൊക്കെ എവിടെ ഷോപ്പുള്ളത് നിങ്ങൾക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചില 1-2 ഷോപ്പുകളൊക്കെ ഉണ്ട്. പണി മാറ്റിയിട്ട് കിട്ടുന്ന പണം കൊണ്ട് അവർ ഓടുന്ന ഓട്ടം കണ്ടാൽ ജീവിക്കുന്നത് തന്നെ ഇതിനാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ പിന്നെ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്കുണ്ടാവും മരിക്കണം എന്നാഗ്രഹിക്കുന്ന ഈ അങ്ങനത്തെ ഒരു മോഹമുള്ള ആളുകളുണ്ടാവും. ചില ആളുകൾ കോമഡിയിലാണ്, വിനോദങ്ങളിലാണ്, അങ്ങനെ പലതുണ്ടാവും. പക്ഷേ സത്യവിശ്വാസികളായ ഒരു മുഅ്മിനുകളായ നമ്മളുടെ ഏറ്റവും വലിയ ആനന്ദം ഇവിടെയാണ്. അറിയാത്തതല്ല പറയുന്നത്. പലരൊക്കെ അങ്ങനെ പല മേഖലകളിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ നമ്മളുടെ സന്തോഷം എന്തിലാന്ന് ചോദിച്ചാൽ മായാത്ത മഷി കൊണ്ട് എഴുതി വെക്കണം. അള്ളാഹുവിനെ ആരാധിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലാണ് നമ്മുടെ ആനന്ദം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നമ്മൾ ചെയ്യുന്ന നന്മകളിലാണ്, സൽപ്രവർത്തനങ്ങളിലാണ് നമ്മുടെ ആനന്ദം എന്നുള്ളത്. ആ സൽപ്രവർത്തനത്തിന് ഒരു ജീവൻ കിട്ടണമെങ്കിൽ, ആരാധനയിൽ ആനന്ദം കണ്ടെത്താൻ കഴിയണമെങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ് ആ സുഖം കിട്ടുക. അല്ലെങ്കിൽ എന്തറിയോ, നമ്മൾ പള്ളിക്ക് വന്നു, നമ്മൾ നിസ്കരിച്ച് നമ്മൾ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുക എന്നതിലപ്പുറം അതൊരു ഒരു ഒരു നല്ലൊരു അനുഭൂതിയായിട്ട് മാറുക. ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ്. എങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കും തോറും അള്ളാഹുവോടുള്ള നമ്മുടെ അടുപ്പം കൂടിക്കൊണ്ടേ വരും, ഇഷ്ടം കൂടിക്കൊണ്ടേ വരും. ഈ ആരാധനയിൽ നമ്മൾക്ക് ഇഷ്ടം കണ്ടെത്തിയാൽ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള, സൽപ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഇടം തെരഞ്ഞ് നമ്മൾ ഓടിച്ചെല്ലും. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടേയിരിക്കും. ആ മാർഗത്തിൽ നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കും. അതാണ് ഒരു ആബിദിന്റെ അടയാളം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയുടെ അടയാളം. അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാല്, ഇസ്ലാമിക ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സമ്പൂർണ്ണ സമർപ്പണമാണല്ലോ അത്. അതുകൊണ്ടാണ് അൽ ഇസ്ലാമു ഹുവൽ ഇസ്തിസ്ലാമു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാം, അള്ളാഹുവിന് നമ്മളെ സമർപ്പിക്കലാണ്. ഏതൊക്കെ ഭാഗത്ത്? 3 ഭാഗങ്ങളിൽ. ഒന്ന് നമ്മുടെ അഖീദ കൊണ്ട്, മറ്റൊന്ന് നമ്മുടെ അഖ്ലാഖ് കൊണ്ട്, മറ്റൊന്ന് നമ്മുടെ മുആമലാത്തുകൾ കൊണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും. 3 പുസ്തകങ്ങളാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന് അഖായിദ്, ഒന്ന് അഖ്ലാഖ്, പിന്നെ വേണ്ടത് എന്താണ്? പിന്നെ മുആമലാത്തുകളാണ്, മനുഷ്യന്റെ ബന്ധങ്ങളാണ്. ഒന്ന് വിശ്വാസം, സ്വഭാവം, പിന്നെ വരുന്നത് ബന്ധങ്ങളെ കുറിച്ചുകൊണ്ടുള്ള കുറെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈമാനിന്റെ സ്ഥാനം ഖൽബും, ഇസ്ലാമിന്റെ സ്ഥാനം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇസ്ലാമിന്റെ സ്ഥാനം പുറത്തുമാണ്. ഈമാൻ ഇവിടെയാണ്, പുറമെ നമ്മൾ കാണുന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതിനെങ്ങനെ അറിയോ? ചില ഉലമാ വിശദീകരിച്ചത് വിത്തിനെ പോലെയാണെന്ന്. ഈമാൻ എന്ന് പറഞ്ഞ ഒരു വിത്തിന്റെ സ്ഥാനത്താണ്. ഈമാനാണ് വിത്ത്. ഈ വിത്തിൽ നിന്നാണ് ഇസ്ലാമികമാകുന്ന വൃക്ഷം ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്ക്, വൃക്ഷത്തിന്റെ എല്ലാ തലങ്ങളിലും വിത്തിന്റെ ഗുണം കാണാൻ കഴിയും അല്ലേ? അതിൽ നിന്ന് വിരിഞ്ഞു വരുന്ന ഒരു ഇല, ആ തളിര് മുതൽ അതിന്റെ പൂവില്, അതിന്റെ വേരില്, അതിന്റെ കായില്, എല്ലായിടത്തും വിത്തിന്റെ ഗുണം കാണും. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് കോപ്പി എഴുതിയത് വിത്ത് ഗുണം 10 ഗുണം എന്ന് നമ്മൾ എഴുതി പഠിച്ചത് കൊണ്ടാണ്. ഇല്ലെങ്കിലോ? അതുകൊണ്ടാണ് ഇസ്ലാം അൽ അലാനിയ എന്ന് പറഞ്ഞത്. കത്തുന്ന വിളക്കിനോട് കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയാണ് ഈമാൻ. ഒഴിച്ച എണ്ണ, അതിന്റെ ക്വാളിറ്റി അനുസരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഇതിന്റെ ആ പ്രസരിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയായി, മാർഗദർശിയായി, നമ്മെ നിയന്ത്രിക്കുന്നതായി നമ്മുടെ ഈമാൻ മാറിയിട്ടുണ്ടോ?
ഒന്നും കൂടി ഞാൻ എന്നോടാണ് കേട്ടോ, പരിശോധിക്കണം. വിചാരം മാത്രം പോരാ, മറിച്ച് എന്തുവാണെന്നറിയോ, ജീവിതത്തെ ശരിക്കും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഈമാനായിട്ട് വരണം. അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. നൂഹ് അലൈഹിസ്സലാമയിലൂടെയാണ് അള്ളാഹു ആ ചോദ്യം ചോദിക്കുന്നത്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖക്കും അത്വാറ. എന്താ നിങ്ങൾ അള്ളാഹുവിനൊരു വഖാറത്ത് കൽപ്പിക്കാത്തത്? ഈ വഖാറത്തിന് അർത്ഥം പറയാൻ കഴിയില്ല കേട്ടോ. വഖാറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനം, ആദരവ്, അങ്ങനെയൊക്കെ തുടങ്ങുന്ന എല്ലാ ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് വഖാറത്ത്. നിങ്ങൾ എന്താണ് അള്ളാഹുവിനൊരു വഖാറത്ത് കൊടുക്കാത്തത്? ആരാണ് അള്ളാഹു? വഖദ് ഖലഖക്കും അത്വാറ. ഘട്ടം ഘട്ടമായി അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചവനല്ലേ. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോവുകയല്ല. നമ്മുടെ ആയുസ്സിൽ നമ്മൾ ഏറ്റവും ഉച്ചരിക്കുന്ന വാക്കേതാ? ശ്രദ്ധിച്ചത്, നമ്മളെ ആയുസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന വാക്കേതായിരിക്കും? എനിക്ക് തോന്നുന്നത് ഓരോ ചലനങ്ങളിലും, നമ്മുടെ സന്തോഷത്തിന്റെ ഘട്ടങ്ങളിലും, നമ്മുടെ സങ്കടങ്ങളുടെ ഘട്ടങ്ങളിലും, വേദനകളിലും ഒക്കെ നമ്മൾ പറയുന്ന വാക്ക് അല്ലാ എന്നായിരിക്കും. അല്ലാ എന്നായിരിക്കും. എന്തിനായിരിക്കും ഇത്രമാത്രം നമ്മളെ കൊണ്ട് അല്ലാ എന്ന് പറയിപ്പിച്ചിട്ടുണ്ടാവുക? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നീന്നല്ലോ, ഖുർആനിലെ അല്ലാ എന്ന പദം 2699 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ആരാധനാ കർമ്മങ്ങളിലും വിടാതെ നമ്മൾ പറയുന്ന വാക്കാണ് അല്ലാഹു അക്ബർ. സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു. എന്താ വാക്കിന്റെ അർത്ഥം? അള്ളാഹുവിനെ ആരൊക്കെ സ്തുതിക്കുന്നുണ്ടോ അവരുടെ ശബ്ദങ്ങളെല്ലാം അള്ളാഹു കേട്ടിരിക്കുന്നു. ഇത് ഇത്ര ആവർത്തിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? നിങ്ങൾ ശരിക്കും ഒന്ന് എന്റെ കൂടെ വരണട്ടോ. ഞാനിന്ന് നിങ്ങളെ കുറിച്ചല്ല സംസാരം, ഞാൻ എന്നെ കുറിച്ചാണ്. ഈ കേൾക്കുന്നത് നിങ്ങൾ നിങ്ങളെ കുറിച്ച് മാത്രമാകണം. വേറെ ലോകത്തൊരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ആലോചിക്കരുത്. ഒരാളെ ഏറ്റവും കൂടുതൽ പഠിക്കുകയും ചിന്തിക്കുകയും അറിയേണ്ടത് അള്ളാഹുവിനെ കുറിച്ചാണ്. ഞാൻ ഉറപ്പു പറയുന്നു, നമ്മൾക്ക് ഇസ്ലാമികപരമായി കുറെ അറിവുണ്ട്. ഫിഖ് അറിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അറിയും, ഖിലാഫത്തിന്റെ ചരിത്രമൊക്കെ അറിയും. പക്ഷേ കുറവ് അറിവുണ്ടാവുക അള്ളാഹുവിനെ കുറിച്ചായിരിക്കും. അല്ലേ? അള്ളാഹ് ആരാന്ന് വെച്ചാൽ അള്ളാഹ് തന്നെ. അള്ളാഹിന്റെ 99 പേര് ശരിക്കും നമുക്കറിയോ? എന്തിനായിരിക്കും ആ 99 പേര് അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവുക? ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ആ നാമങ്ങൾ മുഴുവനും നാമങ്ങളിലൂടെ അള്ളാഹുവിനെ പഠിച്ചാൽ ഈ ഇരിക്കുന്ന നമ്മളല്ല നമ്മൾ, ഈ പറയുന്ന ഞാനല്ല നമ്മളാവുക. അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അവനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാതെ പോയാൽ അതിന്റെ തകരാറുകൾ ജീവിതത്തിൽ വരും. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി. നമ്മൾ തിരിച്ചറിയണം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നമ്മളുടെ അല്പജ്ഞാനം കൊണ്ടാണ് നമ്മുടെ പ്രവൃത്തി രംഗത്ത് പലതിലും നമുക്ക് മടുപ്പ് വരുന്നത്, പല കർമ്മങ്ങൾ ചെയ്തിട്ടും നമുക്ക് സമാധാനം കിട്ടാതെ വരുന്നത്. അതുകൊണ്ടാണ് ഉലമാ പറയുന്ന ഒരു വാക്കുണ്ട്, അവ്വലു ഫർളിൻ ഫറലഹുല്ലാഹു അലാ ഖൽഖിഹി മഅരിഫതുഹു. ഓരോ സൃഷ്ടികൾക്കും അള്ളാഹു ഫറലാക്കി തന്നിട്ടുള്ള ഒന്നാമത്തെ ഫറല് മഅരിഫത്തുഹു, അള്ളാഹനെ മനസ്സിലാക്കലാണ്. ഫൈദാ അറഫഹു നാസ്, ജനങ്ങൾ അവനെ മനസ്സിലാക്കിയാൽ അബദൂഹു, അവന് മാത്രമേ അവർ ഇബാദത്ത് ചെയ്യുള്ളൂ. വഖാല തആല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞു തന്നിട്ടുള്ള ആയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓതുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ അന്ന് പറഞ്ഞു തന്നീന്ന് ഖുർആനിൽ രണ്ട് വട്ടേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നിട്ടുള്ളൂ. 2 വട്ടം, ബാക്കിയൊക്കെ വേറുള്ള വാക്കുകളാണ്. ഈ വാക്കിന്റെ കൂടെയാണ് ഫഅലം എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ തിരിച്ചറിവ് നേടണം. അള്ളാഹുവിനെ അറിയലാണ് അള്ളാഹു നമ്മിൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ വരേണ്ടത് ഇതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കൃത്യമായി അറിഞ്ഞാൽ സമാധാനം വരും, ജീവിതത്തിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ വരും. അതുകൊണ്ടാണ് പ്രതീക്ഷയോടെ, ഭയപ്പാടോടെ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കണമെന്ന് പറഞ്ഞത്. ഇന്നലത്തെ നമ്മുടെ ആയത്തിൽ ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു,
അമ്പിയാക്കന്മാരുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ പോയ മികച്ച ഗുണങ്ങൾക്ക് കാരണം ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്. അതിൽ രണ്ടാമത് പറഞ്ഞ വാക്യതാണ് വയദ്ഊനനാ, അവർ നമ്മെയാണ് വിളിക്കുക, റഹബൻ വറഹബൻ, അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെ അല്പം മാനസിക വിഷമത്തോടുകൂടെയാണ് വിളിക്കുക. അത് നമ്മളൊന്ന് കൃത്യമായി പഠിക്കേണ്ട ഒരു വാക്കാണ്. അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു സംഗതി കൂടി പറഞ്ഞുതരാം. എന്നെ വിളിക്കണം അല്ല പറയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നമുക്ക് ചിന്തിക്കാൻ പറഞ്ഞു തന്നിട്ടാണ് അള്ളാനെ വിളിക്കണം എന്ന് പറഞ്ഞത്. പടച്ചോൻ സൂറത്ത് മുൽക്കുണ്ട്, തബാറക, ആക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഇതിനെ വീക്ഷിക്കുന്നിട്ട് പറഞ്ഞ് രണ്ടാമതൊന്നുകൂടി നോക്ക്. എവിടെങ്കിലും വല്ല ന്യൂനതകൾ നിനക്ക് കാണോ? ഇല്ലെന്ന് പറയണ എങ്ങനെ അറിയാം? യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിയം വഹുവ ഹസീർ. നിന്റെ ദൃഷ്ടിയെ ന്യൂനതകൾ കണ്ടെത്തുന്നതിനു വേണ്ടി ഈ പ്രപഞ്ചത്തിലേക്ക് നീ കണ്ണോടിച്ചാൽ നിന്റെ ചിന്ത, നിന്റെ ബുദ്ധി, നിന്റെ കണ്ണ് തളർന്ന് പരവശനായി ക്ഷീണിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങി വരുന്ന ഒരു ന്യൂനതയും അവിടെ കാണാൻ കഴിയില്ല. ഭൂമി മണിക്കൂറിലെ സൂര്യന് ചുറ്റും 1,07,000 കിലോമീറ്റർ സ്പീഡിലാണ് കറങ്ങുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നത് മണിക്കൂറിൽ 1670 കിലോമീറ്റർ സ്പീഡിലാണ്. സ്പീഡൊന്നും നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. ഇങ്ങനെ കോടാനക്കോടി ഗ്രഹങ്ങൾ കറങ്ങാണ്. എന്നിട്ടും ഈ മണ്ണിൽ യാതൊരു അനക്കവും ഇല്ലാതെ സുരക്ഷിതരായി നമ്മൾ ഉറങ്ങുന്നു, നമ്മൾ ജീവിക്കുന്നു. അള്ളാഹ് നമ്മളെ കുറിച്ച്, ഞാൻ അതിനെക്കുറിച്ച് ബയാൻ ചെയ്യാനുള്ള സമയമില്ല, നമ്മെ കുറിച്ച് പടച്ചോൻ പറഞ്ഞതറിയോ? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അത്യുദാരനായ നിന്റെ റബ്ബിനെ തൊട്ട് നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താ മനുഷ്യ? എന്നിട്ട് ആ സൃഷ്ടിപ്പിന്റെ വൈഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാണ്. ഞാനത് മുഴുവൻ പറയല്ല. അങ്ങനെ അള്ളാനോട് മനസ്സിലാക്കിയാൽ അവന് മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ. ഇനി ഞാനൊന്നും കൂടി ചോദിച്ചു നോക്കട്ടെ. നമ്മളിതൊക്കെ കുറച്ചൊക്കെ അറിയുന്നവരാണ്. എന്നാലും അള്ളാഹുവിനെ കുറിച്ചൊരു തൃപ്തിക്കുറവ് സഹോദരങ്ങളെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ചിലരത് വാക്കുകളിലൂടെ പറയും, ചില ആളുകൾ അത് മനസ്സിൽ പറയും. ഒരു കൂറ് പുലർത്തുന്നിടത്ത് ഒരു ചെറിയ ഒരു കുറവ് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എങ്ങനെ അറിയോ? ഒരു 60-70 വയസ്സ് വരെ വലിയ രോഗങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചിട്ട് പൊടുന്നനെ വളരെ പെട്ടെന്ന് നമുക്കൊരു രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു സംതൃപ്തി പിന്നെ നമുക്കുണ്ടാകുന്നില്ല, അല്ലെ? ഒരു കൂറ് പുലർത്താൻ കഴിയാതെ വരിക. നിങ്ങൾ നോക്ക്, ചില അനുഭവങ്ങളൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുണ്ട്, ഒരു കാരണവശാലും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതേ അല്ല, ഒരിക്കലും രക്ഷപ്പെടാത്തൊരു സാഹചര്യത്തിൽ നിന്ന് പടച്ചോൻ എന്നെ രക്ഷപ്പെടുത്തി. ദുരന്തങ്ങളിൽ നിന്ന് പടച്ചോൻ കാത്തുരക്ഷിച്ച് അവന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്കറിയില്ല എങ്ങനെ ഇതൊക്കെ നടന്നു പോകുന്നത് എന്ന്. അതിനു മാത്രം പ്രശ്നങ്ങളുണ്ട് എന്റെ വ്യക്തി ജീവിതത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ. എന്നിട്ടും ഓരോന്ന് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? അതിങ്ങനെ തട്ടി മാറ്റി ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് ഒരാളും കൂടി പറയുന്നതെന്നറിയോ? അള്ളാഹ് എല്ലാം അങ്ങനെ നടത്തി തരുന്നുണ്ട്. അള്ളാഹ് എല്ലാം അങ്ങനെ നടത്തി തരുന്നുണ്ട്. നിങ്ങൾ പറയണ്ട എന്റെ കൂടെ, അള്ളാഹ് എല്ലാം അങ്ങനെ നടത്തി തരുന്നുണ്ട്. കുറച്ചിങ്ങനെ മെല്ലെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മളിങ്ങനെ ഉയർന്നിങ്ങനെ കഴിഞ്ഞു വന്നാൽ കാണാം. പിന്നെ നമുക്ക് മെല്ലെ മെല്ലെ നമ്മുടെ ആ സ്വഭാവമൊക്കെ ഇങ്ങനെ മാറിയിട്ട് പറയുക എന്താ അറിയോ? ഞാൻ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെട്ടിരിക്കണത്, ഞാൻ ഇങ്ങനെ എത്തിയത് നിന്റെ അധ്വാനം കൊണ്ട് തന്നെയാ. ഞാൻ ഇന്നലെയും തുടങ്ങിയ അധ്വാനമല്ല, നിന്റെ ചെറുപ്പം മുതലേ തുടങ്ങിയതാ. പിന്നെ ഒരു സ്ഥാനത്ത് ഇങ്ങനെ എത്തിയ ആദ്യം നമ്മൾ കഴിച്ചിലാവുകളൊക്കെ പാലം കടക്കുകളൊക്കെ നമ്മളിങ്ങനെ പറയും. കടന്നിങ്ങനെ കിട്ടിയ പിന്നെ ഞാൻ എന്ന് മെല്ലെ മെല്ലെ അള്ളാഹുവിനെ മറക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചത്, അല്ലാ എന്ന് പറയാൻ, നിരന്തരം പറയാൻ അള്ളാഹ് എന്തിനായിരിക്കും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക? വേഗത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 2 മിനിറ്റ് കൊണ്ട് അള്ളാഹ് നമ്മളോട് പറഞ്ഞല്ലോ, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ.
നിങ്ങൾ ചോദിച്ചതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? കിട്ടിയത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഗ്രഹം എണ്ണിയാ തീരൂല എന്നാണ്. എങ്ങനെ അറിയോ? നമ്മളെപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതി. സുഖസുന്ദരമായി ശ്വസിക്കുമ്പോ ഈ ശ്വസന പ്രക്രിയയുടെ വില മനസ്സിലാവൂല. ഒരു ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനോട് അവരങ്ങനെ കണ്ടാൽ അതിന്റെ വില നമുക്ക് എങ്ങനെ അറിയും? ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നീട്ടല്ലോ. ഒരു അൾഷിമേഴ്സ് ബാധിച്ച ഒരു മനുഷ്യൻ എന്താ അതിന്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശരിക്കും നോക്കണം. ഓർമ്മശക്തി ഇല്ലെങ്കിൽ അതിന്റെ അപകടകരമായ ഒരവസ്ഥ. ഇന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ന് ഞാൻ രാവിലെ പുലർച്ചെ ഇത്ര സമയത്താണ് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. ഞാൻ ഇന്നടത്തേക്കാ ലക്ഷ്യം വെച്ചത്, ഇന്ന ട്രെയിനിലാണ് ഞാൻ കയറേണ്ടത്, ഇന്നടത്തേക്കാ ഞാൻ വരേണ്ടത്. ഇത് ഞാൻ വന്ന സ്ഥലം ഏതാണ്, ഞാൻ പോകേണ്ടത് എവിടേക്കാണെന്ന് അറിയില്ലെങ്കിൽ ഉണ്ടാവും ഒരു ചെറിയൊരു ഓർമ്മക്കുറവ് വന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ഇപ്പൊ ഈ പള്ളിക്ക് ഒരു ആള് കയറി വരിക, വസ്ത്രത്തിൽ ചെറിയൊരു മാലിന്യം, ഒരു വിസർജ്യം കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. എന്താ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ അയാൾ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ എവിടുന്നാ വരുന്നത്, എവിടെ അങ്ങടെ വീട്, എന്താ അങ്ങടെ പേര് എന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടുന്നില്ല. വളരെ അസ്വസ്ഥനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ട ഞാൻ നിങ്ങൾ എന്ത് പറയുന്നറിയാമോ? ഏത് കണ്ണിൽ ചോരയില്ലാത്തവനാണ് ഇവനെ പറഞ്ഞു വിട്ടത് എന്നാണ്. ഇവനക്കൊന്നും നോക്കാൻ ആളില്ല എന്നാണ്. അല്ലേ? എന്തു പറഞ്ഞാലും പ്രതികരണമില്ലാത്ത ഒരു മനുഷ്യരൂപമായി മാറുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരവസ്ഥയല്ലേ? അങ്ങനെ ഒരാളെ കാണുമ്പോ ഈ മഹാ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ഓർത്തിട്ടുണ്ടോ? അതോ അവന്റെ കുടുംബത്തെ കുറ്റം പറഞ്ഞിരിക്കലായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക? ഈ ഓർമ്മശക്തി ഒന്നും നഷ്ടപ്പെടാൻ അധിക സമയം വേണ്ട. എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്. ആ ഗുരുനാഥന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കെ 10 ലക്ഷത്തിലൊക്കെ ഒരാൾക്ക് വരുന്ന ഒരു പനി ബാധിച്ച് ഞരമ്പിനെ ബാധിക്കുന്ന രോഗം ബാധിച്ച് ഈ പെണ്ണ് ഗർഭിണിയാണ് എന്ന് പോലും അവർക്കറിയില്ല. ചെറിയ മക്കളുണ്ട്, അവരെ നോക്കാൻ അറിയില്ല. ഒരു ദിവസം കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് മാഷ് പറഞ്ഞു, ചെറുപ്പോ ഞമ്മക്ക് നമ്മുടെ കുട്ടികളെ എവിടെയെങ്കിലുമൊക്കെ ഒരു നല്ല സ്ഥാപനത്തിൽ കൊണ്ടുപോയാക്കണം. ഒരു അവസ്ഥകൾ ഇങ്ങനെ പറയാം. ഞാൻ പറയണത് 10 ലക്ഷത്തിൽ ഒരാൾക്ക് ബാധിക്കുന്ന ഒരു രോഗം നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിന് ആർക്കെങ്കിലും ബാധിച്ചാൽ ആ കുടുംബത്തിന്റെ സുഖം പോയില്ലേ? വെറുതെ അല്ല ഈ പറഞ്ഞത്. ഇത്രയും അനുഗ്രഹങ്ങൾ അല്ല വെറുതെ തന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കടുപ്പമുള്ള കർശനമായ വിചാരണയുണ്ടാവും. ആ വിചാരണയെ ആരോഗ്യം കൊണ്ട് ആഫിയത്ത് കൊണ്ട് നേരിടാൻ നമുക്ക് കഴിയില്ല. ഈമാൻ കൊണ്ടും അമല് കൊണ്ടും മാത്രമേ നേരിടാൻ കഴിയുള്ളൂ. എന്ത് ചെയ്തു എന്ന് ആലോചിക്കേണ്ടതില്ലേ? നമ്മൾ ചെയ്യേണ്ട പല കടപ്പാടുകളും ബാക്കി വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടേണ്ടി വന്നാൽ എന്താവും നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥ? ഈ റബ്ബിനെ ഓർത്ത് ആരാധനാ കർമ്മങ്ങൾ ആസ്വദിച്ച് ചെയ്യണ്ടേ? പ്രിയമുള്ളവരെ, ആരുടെ സ്നേഹവും ഇടക്ക് വെച്ച് തീരും. ആരുടെ സ്നേഹവും തീരും. ആരുടെ, ഞാൻ ഓരോന്നോരെന്നുന്നില്ല, ആരുടെ സ്നേഹവും തീരും. അള്ളാഹു അങ്ങനെയല്ല കേട്ടോ. എല്ലാ പ്രിയങ്ങളെക്കാളും വലിയ പ്രിയമായി അള്ളാഹു നമുക്ക് മാറണ്ടേ? എല്ലാ സുഖങ്ങളും അല്ല തന്നു. ആ സുഖങ്ങൾ തന്ന അള്ളാഹുവിനെ തന്നെ, സുഖങ്ങൾ തന്ന അള്ളാഹുവിനെ തന്നെ ഈ സുഖങ്ങൾ കൊണ്ട് നമ്മൾ മറന്നുപോയെങ്കിൽ എന്തൊരു അവസ്ഥ? പറഞ്ഞതല്ല, ഞാൻ എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിന് നൽകുന്ന സ്ഥാനം എത്രയാണോ ആ പരിഗണന തന്നെയല്ലേ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, ഈ പടച്ചോൻ നമുക്ക് കുറച്ചേ അറിയൂ. നമ്മളൊക്കെ എന്താ പറയുക, നമ്മൾ നിസ്കാരം കൊണ്ടാ തുടങ്ങാം. എങ്ങനെ? നമ്മുടെ പല കർമ്മങ്ങളൊക്കെ തുടങ്ങുന്നത് നിസ്കാരം കൊണ്ടാണ്. ആർക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് ചിലപ്പോൾ നമുക്കറിയില്ല. നിങ്ങൾ പള്ളിക്ക് വരണട്ടോന്ന് പറയും. നമ്മൾ നിസ്കാരം തുടങ്ങി 2-3 പ്രാവശ്യം നിസ്കരിച്ച് പിന്നെ 4ാമത്തെ പ്രാവശ്യം കാണാനല്ല. എന്താ കാരണം? ആർക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന് പറയണ്ടേ? നിങ്ങളൊരു ചരിത്രം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താ ചരിത്രം എന്നറിയോ? ഒരു മഹാൻ, പേര് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരണ്ട, അറിയാഞ്ഞിട്ടല്ല. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര് മആലിം ഫി ത്വരീഖ്, വഴിയടയാളങ്ങൾ എന്നാണ്. ആ ഒരൊറ്റ പുസ്തകത്തിന്റെ പേരിൽ ഗവൺമെന്റ് അദ്ദേഹത്തെ ഭരണകൂട ഭീകരത എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീണ്ടകാലം ജയിലിലടച്ച് അദ്ദേഹത്തിന് തൂക്കുമരം നിശ്ചയിക്കുകയാണ്. അങ്ങനെ അയാളെ കൊല്ലാൻ കൊണ്ട്, വളരെ ചെറുപ്പക്കാരനാ, കൊണ്ടുപോകുന്ന വഴിയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതേവരെ തല ഉയർത്തി നിൽക്കാൻ പോലും കഴിയാത്തൊരു സെല്ലിലാണ് ജീവിച്ചിരുന്നത്.
എന്റെ റബ്ബിന് തല ഉയർത്തി നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്കൊരു മുസല്ല അനുവദിക്കാമോ എന്ന് ചോദിച്ചു. ഒന്ന് നിസ്കരിക്കണം പറഞ്ഞു. എന്നെ അനുവദിച്ചു കൊടുത്തു. ആള് നന്നായി ഇങ്ങനെ നമസ്കരിച്ച് ഉഷാറായി ഇവരുടെ മുമ്പിലേക്ക് വന്നു നിന്നപ്പോ മുഖം ഒരു കറുത്ത ആവരണം കൊണ്ട് മൂടി, കൈ രണ്ടും പിന്നിലേക്ക് കെട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ പറയുക, എന്തെങ്കിലും ചെയ്യുന്നു ചോദിച്ചു. ഇതൊക്കെ എടുക്കുന്നു പറഞ്ഞു. അല്ല, ആ കഴുമരത്തിൽ നിങ്ങളെ കയറ്റി നിർത്തിയിട്ട് ഞങ്ങൾ അമ്പയ്യുമ്പോ നിങ്ങൾ അസ്വസ്ഥനായി പോകുന്നു. അദ്ദേഹം ചിരിച്ചു. ചില അറബ് വാക്കുകളുണ്ട് കേട്ടോ, പറയാൻ നേരമില്ല. നമുക്കിങ്ങനെ കോൾ മയർക്കുൾ ഇങ്ങനെ ഇങ്ങനെ വരും, നമ്മുടെ രോമം ഇങ്ങനെ എടുത്തു നോക്കും. അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, യൗഹൈ, സഹോദര, 2 മിനിറ്റ് മുമ്പ് ഞാൻ ഒരുത്തനോട് സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ. 2 മിനിറ്റ് മുമ്പ് ഞാൻ ഒരുത്തനോട് സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ. ഞാൻ വർത്താനം പറഞ്ഞത് ഞാൻ അവന്റെ അടുക്കലേക്കാ പോകുന്നത്. നിങ്ങൾ ആ ആവരണമൊക്കെ എടുത്ത് മാറ്റതൊക്കെ കഴിച്ചു വെക്ക്. ഞാൻ എൻ്റെ റബ്ബിങ്കിലേക്കാ പോകുന്നത്. ഒരു വാക്കുണ്ടല്ലോ, ഞാൻ എൻ്റെ റബ്ബിലേക്കാണ് പോകുന്നത്. പല സഹാബിമാരും, അത് നിങ്ങൾ ചേർത്ത് വായിക്കുക, പല സഹാബിമാരും കൊല്ലപ്പെടുന്നത് നമസ്കാരത്തിലാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സുബഹ് നമസ്കാരത്തിലാണ് കുത്തിക്കൊല്ലുന്നത് അബൂൽ ഉൽ എന്ന് പറയുന്ന ആള്. എന്തിനാണ് ആ കുത്താൻ, പീഡിപ്പിക്കാൻ അവർ നിസ്കാരത്തിന്റെ സമയം തിരഞ്ഞെടുത്തെന്നറിയോ? ശരിക്കും മനസ്സിലാക്കണം നമ്മള്. എന്തിനായിരിക്കും നിസ്കാരത്തിന്റെ സമയം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? അവർ നിസ്കരിക്കാൻ നിന്നാൽ അവരുടെ തടി മാത്രമേ നമ്മൾ കാണുള്ളൂ, മനസ്സവിടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ സഹാബികൾ അത് കാണണ്ടേ? കുത്തേറ്റ് കുടൽമാലകൾ പുറത്ത് ചാടി കിടക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെയുള്ള സഹാബികൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യാ ഉമർ വസ്സലാ, യാ ഉമർ വസ്സലാ, ഉമറേ നിസ്കാരം നിസ്കാരം. അപ്പൊ തിരിച്ചു വയ്ക്കാണ്, ഈ ബോധമില്ലാതെ കിടക്കുന്ന മനുഷ്യനോട് എന്താ നിങ്ങൾ നിസ്കാരം എന്ന് പറയണെന്ന് ചോദിച്ചു എന്നാണ്. ഒരു മറുപടി എന്താ കൊടുത്തറിയോ? ഉമറിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരൽപ്പം ബോധം അവശേഷിക്കുന്നുണ്ടെങ്കിൽ സ്വലാ എന്ന് കേട്ടാൽ ഉമറിന് പിന്നെ കിടക്കാൻ കഴിയൂല. ബോധമുണ്ടോ എന്ന് പരിശോധിക്കുക. ഞാനും നിങ്ങളുവാ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടിട്ട് എന്ന് സുബഹിക്കും നമ്മുടെ കട്ടിലിൽ കിടന്നുറങ്ങി ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏത് കൂട്ടത്തിലേക്ക് എന്ത് ബോധമായിരിക്കും സഹോദരങ്ങളെ നമ്മൾക്കുണ്ടാവുക? ഞാൻ നീട്ടല്ലോ ഞാൻ പറഞ്ഞത്, ഒന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അള്ളാഹുവാണ് എന്റെ ഏറ്റവും അടുത്തവനെന്ന് മനസ്സിലാക്കിയിട്ട് പല ഹറാമുകളോടും ആ ഹറാമുകളാണെന്ന് അറിഞ്ഞിട്ടും അതിന്റെ പിന്നാലെ നുണഞ്ഞ് അതിന്റെ പിന്നാലെ തൊട്ടുകൊണ്ട് നമ്മൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈമാൻ എവിടെയെന്നു കൂടി ആലോചിക്കണം. അതാണ് ഇന്നമൽ മുഅ്മിനൂൻ, വിശ്വാസികൾ. അല്ലാഹ് എന്ന് കേട്ടാൽ ഇദാ ദുഃഖിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, അവരുടെ മനസ്സുകൾ ഇങ്ങനെ പിടക്കും. അങ്ങനെ പിടക്കുമ്പോ അല്ലാഹ് പറയാ വയദ്ഉനനാ, ഈ വാക്ക് ശ്രദ്ധിക്കേ, അവൻ എന്നോടാ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ 2 ഗുണങ്ങൾ ഉണ്ടാകണം. ഒന്നാമത്തെ ഗുണം എന്താന്ന് ചോദിച്ചാൽ, നമ്മള് പ്രാർത്ഥിക്കുന്നവന്റെ മഹത്വമാണ് മനസ്സിൽ വരേണ്ടത്, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മഹത്വമല്ല. ഇങ്ങനെ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവന്റെ ആരോട് നമ്മൾ തേടുന്നോ അവന്റെ മഹത്വം കൽബിലേക്ക് വരണം. എന്ത് വിഷയത്തിലാണോ പ്രാർത്ഥിക്കുന്നത് ആ മഹത്വം വരരുത്. ഇങ്ങനെ ഇപ്പൊ ഞാന് എന്റെ കുട്ടിയുടെ കല്യാണം നടക്കാൻ നിൽക്കാം, നല്ല ചെക്കനാ വന്ന് കണ്ടത്. വന്ന് കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പടച്ചോനെ എനിക്ക് ആ ബന്ധം തന്നെ തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പടച്ചോനെ എനിക്കും എൻ്റെ കുട്ടിക്കും കുടുംബത്തിനും നാളെ പരലോകത്തും ദുനിയാവിലും ഏറ്റവും ഹൈറുള്ള ബന്ധമാണിതെങ്കിൽ ഈ ബന്ധത്തെ ഞങ്ങൾക്ക് അടുപ്പിച്ചു തരണം. അല്ല എങ്കിൽ ഈ ബന്ധം നീ എനിക്ക് ഏറ്റവും നല്ല ബന്ധം തരണം. ഇപ്പൊ എന്തായിന്നറിയോ? ഈ തന്നെ ശരിയാക്കി കൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആവശ്യപ്പെട്ടത് അതിന്റെ ഉത്തരവാദിത്വം നമുക്കായി. പടച്ചോനെ ഇതിൽ ഹൈർ ഉണ്ടെങ്കിൽ കൊണ്ടാന്ന് പറഞ്ഞാൽ ഈ തന്നതിന്റെ ബാധ്യത ആർക്കായി? അള്ളാഹുവിനായി.
നമ്മൾക്കൊരിക്കലും നമ്മുടെ കാര്യം തന്നെ ഏറ്റെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു വിഷയത്തിലും ഇപ്പൊ നമ്മുടെ ഏത് ജീവിതം എടുക്കുക, ജോലി XY ഏതാണെങ്കിൽ പോലും, ഒരു ബന്ധത്തിലാണെങ്കിൽ പോലും, ഈ ബന്ധം നല്ല നിലയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ അടുപ്പിച്ചു തരണം, അല്ലെങ്കിൽ പടച്ചോനെ നീ ഏറ്റവും നല്ലത് എനിക്ക് തരണം എന്നുള്ളതാണ്. ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്കത് പറയാൻ. നമ്മുടെ മുന്നിൽ അത്രയും സമയമല്ല. ആരാധനയിലേക്ക് ആനന്ദത്തോടുകൂടി നമ്മൾ വരണം, ആനന്ദത്തോടുകൂടി അത് ചെയ്യണം. പക്ഷെ പലപ്പോഴും സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കൊക്കെ ഈ ആനന്ദം വരാത്തതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തെ കാരണം എന്താണെന്നറിയാമോ? ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ കാരണം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടുന്ന മുറപ്രകാരം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഈ പാപങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ, ഒന്നുകൂടി നോക്കണേ, നമ്മുടെ ശരീരത്തിൽ ആരോഗ്യമുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിന് രോഗമുണ്ടാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ലേ? പനി പിടിച്ചു, ഒരാഴ്ചയായിട്ട് എനിക്ക് ടേസ്റ്റ് തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറയാം. ആരോഗ്യമല്ല ഈ ബോഡിക്ക് എങ്കിൽ ആത്മാവിന് രോഗം ബാധിക്കലാണ് ഇത് പാപം എന്ന് പറഞ്ഞാൽ. ആ രോഗം ആത്മാവിന് വന്നാൽ, പാപങ്ങൾ കൂടി വന്നാൽ പിന്നെ നമ്മൾ ചെയ്യണ പണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, ആനന്ദമാണല്ലോ. അപ്പം നമ്മൾ സ്വയം ഞാൻ എവിടെ എന്നുള്ള നമ്മുടെ സ്റ്റാൻഡ് ഇപ്പൊ നമുക്ക് പരിശോധിക്കാൻ കഴിയും. രണ്ടാമത് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടെന്ന് മുറപ്രകാരം മനസ്സിലാക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഒരൊറ്റ സഹാബി പോലും സഹോദരങ്ങളെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് മുറപ്രകാരം മനസ്സിലാക്കിയിട്ട് അവർ മരിക്കുന്ന വേളയിൽ കരഞ്ഞിട്ടത് എന്തിനറിയോ? എനിക്ക് ഇടങ്ങാറ് വന്നല്ലോ എന്നല്ല, നിന്നെ കാണണമല്ലോ എന്ന സന്തോഷത്തോടു കൂടി മാത്രമേ കരഞ്ഞിട്ടുള്ളൂ. എനിക്ക് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയല്ലാതെ അവര് പിരിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, ഒരു വാക്ക് കൂടി ഇതിൽക്ക് ശ്രദ്ധിക്കണേ. ഇമാം ഗസാലി റഹിമഹുല്ലയുടെ അടുക്കൽ ഉപദേശം ചോദിച്ചു വന്ന ഒരാള് ശിഷ്യനോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക, എനിക്ക് നിങ്ങൾ അവസാനമായിട്ടൊരു നസീഹത്ത് തരണം എന്ന് പറഞ്ഞപ്പോ വസിയത്ത് എന്താ അറിയാമോ? മോനെ, അനാവശ്യപരമായ കാര്യങ്ങളിൽ ഒരാൾ ഏർപ്പെട്ടുകൊണ്ട്, നേരെ ശ്രദ്ധിക്കണം കേട്ടോ, അനാവശ്യപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരാൾ അയാളുടെ സമയം കളയുന്നു എന്നത് അള്ളാഹു അയാളോട് കോപിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ഇബാദത്തുകളെ ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ഒരു കാരണവശാലും മോനത് നഷ്ടപ്പെടുത്തരുത്. അധികമായി സംസാരിക്കുന്ന നാവ്, ജീവിതത്തിലെ ഓഫിലത്ത് അശ്രദ്ധ, ലൈംഗിക മോഹം നിറഞ്ഞ മനസ്സ്, അത് ദൗർഭാഗ്യത്തിന്റെ അടയാളമാണ്. നമുക്ക് എണ്ണാൻ സമയമല്ല. ഈ മൂന്നുങ്ങളും ഇങ്ങനെ മനസ്സിലേക്ക് ചേർത്തി വെച്ച് നമ്മൾ എവിടെ എന്നത്, നമ്മുടെ റബ്ബുമായി നമ്മൾ എവിടെ എന്ന് നമ്മളെപ്പോഴും വിശകലനം ചെയ്യണം. കാരണം എന്തറിയോ? ഈ സെക്കൻഡിൽ നമുക്ക് ഇവിടുന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞോളന്നുണ്ടാവില്ല. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ഏത് സമയവും നമ്മൾ നമ്മുടെ റബ്ബിങ്കിലേക്ക് മടങ്ങാം. പ്രായമല്ല, സമയമല്ല, നമ്മൾ സമയം നിശ്ചയിക്കപ്പെട്ട് നമ്മുടെ ഡെഡ്ലൈൻ വരച്ചുകൊണ്ടാണ് നമ്മൾ ദുനിയാവിലേക്ക് വന്നിട്ടുള്ളത്. ബോധ്യമുണ്ടാകണം, അള്ളാഹുവിനെ തിരിച്ചറിയണം, ആരാധനകൾക്ക് ആനന്ദമുണ്ടാകണം, പ്രാർത്ഥിക്കണം. പടച്ചവൻ നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, പണ്ഡിതരെ, ഞാൻ കുറേ ഖുർആൻ ക്ലാസ് കേൾക്കലുണ്ട്, ഖുർആൻ മനഃപ്പാടമാക്കാൻ ശ്രമിക്കലുണ്ട്, പക്ഷേ ഒരായത്തു ഹദീസൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ അവസ്ഥയായിട്ടാണ് ഈ പറയണത്. ഞാൻ ഖുർആൻ ഒരുപാട് വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഉത്തുറുക്കിൽ മആസി. തെറ്റായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കുക. കാരണം പാപപങ്കിലമായ മനസ്സിൽ അള്ളാഹുവിന്റെ കലാം നിൽക്കൂല.
അതുകൊണ്ട് തഖ്വ കൊണ്ടാണ് സഹോദരങ്ങളെ മുഅ്മിനുകളായ നമ്മൾ പ്രതിസന്ധികളെ നേരിടേണ്ടത്. അതാണ് നമ്മുടെ വിജയത്തിന്റെ രസതന്ത്രം. ഇമാം ഗസാലി കീമിയ ഉസ്സഅദ വിജയത്തിന്റെ രസതന്ത്രം എന്നൊരു പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. ഏത് വിജയത്തിനും നമ്മുടേതായ ഒരു രസതന്ത്രമുണ്ട്. അത് നമ്മൾ നേടണം. അള്ളാഹുവോടുള്ള ബന്ധം നേരെ ചൊവ്വേ കൊണ്ടുപോയാൽ മറ്റേത് ബന്ധവും ഈ ലോകത്ത് സുന്ദരമായി കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. പിന്നെ നമുക്ക് പരാജയം ഉണ്ടാവില്ല എന്നർത്ഥം. അതുകൊണ്ട് ജീവിതത്തെ നന്നാക്കി തീർക്കാൻ നന്നായി ശ്രമിക്കണം. വളരെ ശ്രമകരമായ സംഗതി അതാണ്. ഈ നിന്ന് പറയാൻ ഒരു പ്രയാസമില്ല. അവക്കെങ്ങനെ നോട്ട് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വയ്ക്കും. പക്ഷെ ഈ പറഞ്ഞത് മുഴുവനും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കാന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. നമ്മൾ ഓരോരുത്തരും പടച്ചവനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനുള്ള ഒരൊറ്റ പ്രാർത്ഥന കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ അതേ പ്രാർത്ഥന ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. അല്ലാഹുമ്മ ജഅൽ ശരീറത്തി ഖൈറൻ മിൻ അലാനിയത്തി, അല്ലാഹുമ്മ ജഅൽ അലാനിയത്തി സ്വാലിഹ. ഒന്ന് രേഖപ്പെടുത്തണേ, അല്ലാഹുമ്മ ജഅൽ ശരീറത്തി, പടച്ചവനെ എന്റെ സ്വകാര്യ ജീവിതത്തെ നീ എനിക്കാക്കി തരണം. ഖൈറൻ മിൻ അലാനിയത്തി, എന്റെ പരസ്യമായ ജീവിതത്തെക്കാളും ഖൈറുള്ളതാക്കണം എന്റെ സ്വകാര്യ ജീവിതം. അല്ലാഹുമ്മ ജഅൽ അലാനിയത്തി സ്വാലിഹ, അല്ലാഹുവേ എന്റെ പരസ്യമായ ജീവിതം നീ സുഹൃതം നിറഞ്ഞതുമാക്കണം. അല്ലാഹുവോട് നമ്മൾ ഈ പ്രാർത്ഥന എപ്പോഴും നടത്തണം. കാരണം സ്വകാര്യതയിൽ നമ്മൾ നന്നായി കിട്ടിയ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ജീവിതത്തിൽ പിന്നെ പരാജയം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല. നന്നായി പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും ആനന്ദത്തോടുകൂടെ നിർവൃതിയോടുകൂടെ മനസ്സിന്റെ നിറഞ്ഞ സന്തോഷത്തോടുകൂടി ചെയ്യാൻ കഴിയണം. പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിച്ച് രണ്ട് ലോകത്തും അത് മറച്ചു വെച്ച് നമ്മളെ അവൻ ഓരോരുത്തരെയും ഇഷ്ടപ്പെടുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് ഹൈറും ബർക്കത്തുമുള്ള നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു സമാധാനമുള്ളൊരു സാഹചര്യം തന്ന് രണ്ട് ലോകത്തും നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മൾ തുടങ്ങിയിട്ടുള്ള ചില ജീവിത സംരംഭങ്ങളുണ്ട്. നമ്മുടെ കച്ചവടമുണ്ട്, ജോലിയുണ്ട്, തുടങ്ങാനിരിക്കുന്ന സംരംഭങ്ങളുണ്ട്. എല്ലാ മേഖലകളിലും അല്ലാഹു നമുക്ക് ബർക്കത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്തുള്ള ജീവിതം, സന്തോഷകരമായ ജീവിതം തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين.